അത് ഇനീഷ്യലി ഭയങ്കര പേടിയായിരുന്നു, വേറെ ക്ലാസ്സിൽ പോയി വിടുക എന്നുള്ളത്. അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് ഒരു കളിയാക്കോ കാല് പിടിക്കായിരുന്നു, വിടല്ലേ വിടല്ലേ. എല്ലാവരെയും മിങ്കിളാവാൻ തുടങ്ങി എല്ലാ ക്ലാസ്സുകാരായിട്ടും. അത് നല്ല എനിക്കൊരു ബെനിഫിറ്റ് ആയി തോന്നി. ഇപ്പോൾ വൊക്കാബ് ഭയങ്കര എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. വൊക്കാബ് ഇല്ലെങ്കിൽ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. വൊക്കാബ് ഉണ്ടെങ്കിൽ സാർക്ക് അറിയാം ഇതും കുറച്ച് ഗ്രാമേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരാൾ സ്പീക്കിംഗ് ചെയ്യുന്നുള്ളത്. Hi, hello, this is Alshifa from Eduflare and I'm currently doing B2 and this is Richu Joni and Ashwin currently doing B1. എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ B1 തൊട്ട് ഇപ്പോൾ വിശാൽ സർ മെയിനായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇൻ കേസ് ഹോംവർക്ക് ഒന്നും തന്നില്ല എന്ന് തന്നെ വെക്കും, വൊക്കാബ് ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും, ഡെയിലി വൊക്കാബ് ടെസ്റ്റ് ഉണ്ടാവും. B1-നും B2-നൊക്കെ വൊക്കാബ് വേണമല്ലോ. B2-ൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ വൊക്കാബ് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും ബേസിക് ആയിട്ട് പറയാനുള്ള വൊക്കാബ്സ് നമുക്ക് വേണം. സംടൈംസ് നമ്മളിപ്പോൾ B2-ൽ എത്തി കഴിയുമ്പോൾ ചിലപ്പോൾ B2 വൊക്കാബ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ A1 ഒക്കെ വെച്ച് ഒപ്പിക്കും. അപ്പോൾ വൊക്കാബ് ഭയങ്കര എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. വൊക്കാബ് ഇല്ലെങ്കിൽ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ അവിടെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഡെയിലി ഓരോ പേജ് വൊക്കാബ് ഉണ്ടാവും, ബാക്കി ഒന്നും ഇല്ലെങ്കിലും വൊക്കാബ് ഉണ്ടാവും. കാരണം വൊക്കാബ് ഉണ്ടെങ്കിൽ സാർക്ക് അറിയാം ഇതും കുറച്ച് ഗ്രാമേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഒരാൾ സ്പീക്കിംഗ് ചെയ്യുന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ആയിരിക്കില്ലേ മുഫീദ് സാറും? മുഫീദ് സാർ ആ കാര്യത്തിൽ കുറച്ചുകൂടി കാര്യം പ്രൊഫഷണലായിട്ടാണ് കാര്യം നോക്കുന്നത്. അതായത് പുള്ളിക്കറിയാം ഞങ്ങൾ B1-ലായാലും A2-ൽ ഗ്ലോസർ കംപ്ലീറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ വൊക്കാബ് തീരെ അറിയില്ല എന്ന് പുള്ളിക്കറിയാം. അപ്പോൾ B1-ലെത്തിയിട്ട് B1-ൽ ഇപ്പോഴും ലാസ്റ്റ് ഡേ വരെ ഞങ്ങളെ കൊണ്ട് തീർത്തു, ഗ്ലോസർ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. A1-ലോ A2-ലായിരുന്ന ടൈമിൽ A1-യുടെ ഗ്ലോസർ ആയിരുന്നു. A1-യുടെ ഗ്ലോസർ ആദ്യത്തെ ഒരു 10 days അത് തന്നെയായിരുന്നു ഗ്ലോസർ. സെക്കൻഡ് ഹാഫ് അങ്ങനെ തന്നെയായിരുന്നു, ഗ്ലോസർ മാത്രം പറഞ്ഞു കേൾപ്പിക്കുക. പക്ഷെ അത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പോൾ A2-ലെ കുറേ വൊക്കാബ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ B1-ലെ വൊക്കാബ് എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പോൾ നോക്കുന്നതേ ഉള്ളൂ. A1-ലായാലും A2-ലായാലും ഒരുപാട് ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ഓർത്തിരിക്കുന്ന ആ ഒരു ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ വിശാൽ സാർ ആണെങ്കിലും മെയിനായിട്ട് അതന്നെയാണ് ഫോക്കസ് ചെയ്യുക, വൊക്കാബ്സിന്റെ കാര്യം. കാരണം വൊക്കാബ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പീക്കിങ്ങിനാണെങ്കിലും എല്ലാത്തിനും ആവശ്യമുള്ളതല്ലേ. ശരിയാണ്. ഇപ്പോൾ ഈ സ്കൂൾസിലൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈക്ക് ക്ലാസ്സസ് ഒക്കെ ബോറടിക്കില്ലേ, ലൈക്ക് ഈവനിങ് വരെയാണ് ക്ലാസ്. നിങ്ങൾക്ക് കോളേജ് ആയിരിക്കില്ലേ പോകുന്നത്? സാറില്ല കേട്ടോ, ഞാൻ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നിട്ട് നിങ്ങൾ കോളേജ് പറഞ്ഞോളി. അപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ ലൈക്ക് ഈവനിങ് വരെ ക്ലാസ്സാണ്, ബോറടിക്കും. ഇടയ്ക്കൊക്കെ ഉച്ചക്കൊക്കെ ഉറക്കം വരും. ഫുഡിന് ശേഷം ഒന്നും പിന്നെ ക്ലാസ് ഇല്ല, ഉച്ചവരെയാണ് ബേസിക്കലി ക്ലാസ്. കാരണം ഫുഡിന് ശേഷം ബാക്കിയൊന്നും കോൺസെൻട്രേഷൻ ഇല്ല, ഫുൾ ഉറക്കുക. ബാക്ക് ബെഞ്ചിലൊക്കെ പോയി ചിലർ ഇരുന്ന് ഉറങ്ങുണ്ടാവും, ചിലർ അപ്പോഴായിരിക്കും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ആയിരിക്കും ബാക്ക് ബെഞ്ചേഴ്സൊക്കെ. സോ എനിക്ക് ഫീൽ ചെയ്ത് എഡുഫ്ലറിൽ വന്ന് എനിക്ക് ബോർഡം ഫീൽ ചെയ്തിട്ടില്ല. ബോറിംഗ് ഒന്നല്ല ക്ലാസ്. ഉച്ച വരെ 4 hours നമ്മൾ ഇരിക്കുന്നുണ്ട്, പക്ഷെ ആ 4 hours പെട്ടെന്ന് പോവും. പെട്ടെന്ന് ഇപ്പോൾ ഞാൻ മോർണിംഗ് ബാച്ചാണ്, 10:30 ആവും. 10:30ക്ക് ഇൻ്റർവെല്ലാണ്, ½ an hour ഇൻ്റർവെല്ലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സിൽ കയറും. പിന്നെ സ്പീക്കിങ്ങിനൊക്കെ വിടും. അത് ഇനീഷ്യലി ഭയങ്കര പേടിയായിരുന്നു, വേറെ ക്ലാസ്സിൽ പോയി വിടുക എന്നുള്ളത്. അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് ഒരു കളിയാക്കോ കാല് പിടിക്കായിരുന്നു, വിടല്ലേ വിടല്ലേ. മുഫീദ് സാറിൻ്റെയോ സന്ദീപ് സാർ ഉണ്ടായിരുന്നു, സന്ദീപ് സാറും ഷിനോഫ് സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറയായിരുന്നു വിടല്ലേ, ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. അതൊരു മടിയായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ്ങില്. ഇപ്പൊ മനസ്സിലായി ലൈക്ക് ഇവരൊക്കെ തന്നെയല്ലേ, എല്ലാവരെയും മിങ്കിളാവാൻ തുടങ്ങി എല്ലാ ക്ലാസ്സുകാരായിട്ടും. അത് നല്ല എനിക്കൊരു ബെനിഫിറ്റ് ആയി തോന്നി. കാരണം ആദ്യം അപ്പുറത്ത് ക്ലാസ്സുകാരൊന്നും അറിയില്ല. ഇപ്പൊ സ്പീക്കിങ്ങിനെ വിട്ട് എല്ലാ ക്ലാസ്സുകാരെയും അറിയാം, അവിടുത്തെ ഫാക്കൽറ്റീസിനെ അറിയാം. ഓരോരുത്തരും എങ്ങനെയാണ് നമുക്ക് മിസ്റ്റേക്സ് പറഞ്ഞു തരുന്നത്. ദീപ് സാറൊക്കെ വൃത്തിക്ക് പറഞ്ഞു തരും. ദീപ് സാറ് ടൈമർ ഓൺ ആക്കി വെക്കും, ആ ടൈമിൻ്റെ ഉള്ളിൽ സ്പീക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും, എന്നിട്ട് മിസ്റ്റേക്സ് പറഞ്ഞു തരും. അതുപോലെ റഹ്മാൻ സാറ് ഒക്കെ ബെറ്റർ വേർഷൻ നോക്കും. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടൊരു ഷീലെന്ന് പറയുകയാണെങ്കിൽ അതിനെ പിടിച്ച് ട്രൈബനാക്കും, അത് കഴിഞ്ഞാൽ B1-ൽ വീണ്ടും മാറ്റും, B2-ൽ വീണ്ടും മാറ്റും. അങ്ങനെ നമ്മൾ ഏത് ലെവലാണോ അതിനനുസരിച്ച് ബെറ്റർ വേർഷൻ പറഞ്ഞുതരും. അങ്ങനെയല്ലേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സ്പീക്കിങ്ങിന് പോകുമ്പോൾ? സ്പീക്കിങ്ങിന് ഇപ്പം ഞാൻ ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ എഴുതിക്കൊണ്ടാണ് പോയത്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ സ്പീക്കിങ്ങിന് പോയപ്പോൾ ഞാൻ ബുക്കിൽ എഴുതിയിട്ട് ഞാൻ പോയി. അവിടെ ചെന്നതിനിപ്പോൾ പറ്റില്ല, നോക്കി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ അല്ലാണ്ട് പറയാൻ പറഞ്ഞു. അവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. ഈവൻ A1 ആണെങ്കിൽ പോലും സ്പീക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. അവർ ഇത്രയും ഉദ്ദേശിക്കുള്ളൂ. നമ്മൾ എന്തായാലും ജർമ്മനി പോകുന്നു, അവിടെ ബേസിക് ആയിട്ട് ഇപ്പൊ ഒരു ഷോപ്പിൽ കയറുകയാണെങ്കിൽ എന്തെങ്കിലും പറയാൻ ബേസിക് ആയിട്ട് അറിയണം. അപ്പൊ അതിന്റെ ഒരു ട്രെയിനിങ് ആണ് ഇപ്പൊ തരുന്നത്. അല്ലാണ്ട് സ്റ്റഡി ഓറിയന്റഡ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മുടെ പേടി മാറ്റും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ചെയ്തത് ദീപ് സാറിന്റെ ക്ലാസ്സിലാണ്. അപ്പോൾ
പ്രസൻറ്റേഷൻ ചെയ്യാനാണ് പോയത്. പക്ഷേ ദീപ് സാർ പറഞ്ഞു നിനക്കൊരു സർപ്രൈസ് തരാം, നീ ഡിബേറ്റ് ദീപ് സാർ അത് ചെയ്യും. ഞാൻ എപ്പോഴും സാഗർ സാറാ തോന്നുന്നു A2 കയറി പോയിട്ട് B2 ഡിബേറ്റ് ചെയ്യിപ്പിച്ച് മൂപ്പര്. അപ്പൊ ഐ വാസ് ലൈക്ക് സർ A2 അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല സർ, ഇറ്റ്സ് ഓക്കെ യു ക്യാൻ ട്രൈ B2 ഡിബേറ്റ് ട്രൈ ചെയ്യാൻ. അത് ചെയ്യും ദീപ് സാറും ചെയ്യും. ദീപ് സാർ എന്നിട്ട് നമ്മുടെ ചോയ്സാണ്, അതിൽ ആര് ചൂസ് ചെയ്യണം, ഒരു പാർട്ട്ണർ വേണമല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആര് വേണം ചൂസ് ചെയ്യാം. എന്നിട്ട് ഡിബേറ്റ് സെയിം ടോപ്പിക് തന്നെ, ഞാൻ എൻ്റെ പോയിന്റ്സ് പറയാം, ഓപ്പോസിറ്റുള്ള ആൾ പുള്ളിക്ക് ആഡ് ചെയ്യാനുള്ള പോയിന്റ്സ് ഇത് ചെയ്യാം. അത് കഴിഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് കാര്യമാണ് പറയുന്നത്, പക്ഷേ കോൺഫിഡൻസ് കുറവുണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, വേറൊരു 2 ക്ലാസ്സിൽ കൂടി പോയി പ്രസൻറ്റേഷനായിട്ട് ചെയ്യാൻ. അങ്ങനെ അനുരാഗ് സാറിൻ്റെ ക്ലാസ്സിലും സാഗർ സാറിൻ്റെ ക്ലാസ്സിലും പറഞ്ഞു വിട്ടു. സാഗർ സാറിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? സാഗർ സാർ കൂട്ടത്തിൽ കുറച്ചെങ്കിലും കുറച്ചുകൂടി ഒരു ഇതായിട്ടുള്ള നമുക്ക് പേടി തോന്നുന്ന സാഗർ നമ്മുടെ സൗണ്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് ചെറുതായിട്ട് ലോ ആയി കഴിഞ്ഞാൽ പുള്ളി എപ്പോഴേ പറയും സൗണ്ട് കൂട്ട് പറയും. അതുപോലെ ലൈക്ക് പേടിച്ചിട്ട് നമ്മളിങ്ങനെ കൈവെക്കുമ്പോ മുൻപ് കൈവെക്കാൻ പറയും. അത് ദീപ് സാറും പറയും തോന്നുന്നു. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് വേണം. ഇൻ കേസ് അവർ പറയുന്നത് നമുക്ക് പേടിയുണ്ടെങ്കിലും പ്രിറ്റൻഡ് ചെയ്യാനാ പറയുന്നത്, പേടിയില്ലാത്ത പോലെ പ്രിറ്റൻഡ് ചെയ്യുക, അത് പിന്നെ ശീലമാവുന്നു, ഹാബിറ്റ് ആവുന്നു. അത് എനിക്ക് ആദ്യം തൊട്ടേ ഫീൽ ചെയ്തിട്ടുണ്ട്. ദീപ് സാർ ആണെങ്കിലും സാഗർ സാർ ആണെങ്കിലും ഇവർ രണ്ടുപേരും പേടിയുണ്ടെങ്കിൽ ലൈക്ക് അത് മാറ്റി പ്രിറ്റൻഡ് ചെയ്യുക, ആക്ട് ചെയ്യുക അറ്റ്ലീസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആക്ട് ചെയ്ത് നമ്മൾ ശരിക്കും പ്രൊഫഷണൽ ആക്ടേഴ്സ് ആവും, ആ പേടി പോവും. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പേടി മാറ്റാനൊക്കെ. എപ്പോഴാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യില്ലേ, ആ സമയത്താണ് നമുക്ക് പേടി ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കുടുങ്ങി പോകുന്നത്. ഇപ്പം ഞാൻ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എനിക്ക് കോളേജിൽ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്, പഠിക്കുന്ന തന്നെ ഒരു സെക്ഷനാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന്. അപ്പം അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം, നമ്മൾ പേടിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് റിജക്ഷൻ ചാൻസ് കൂടുതലാണ്. കാരണം നമുക്കൊന്നും പറയാൻ കിട്ടത്തില്ല. അപ്പോൾ സെയിം തന്നെ നമുക്കിപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമല്ലോ, ആ സമയത്ത് നമുക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്ഷൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അതിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണിത്, വേറെ ക്ലാസ്സിൽ പോയിട്ട് സ്പീക്ക് ചെയ്യുക, പേടി മാറ്റുക. കാരണം നമ്മൾ അത്രയും പിള്ളേരെ മുമ്പിൽ നിന്നിട്ടാണ് ഇത് സ്പീക്ക് ചെയ്യുന്നത്. കാര്യം പറയുന്നതിൽ തെറ്റുണ്ട്, എന്നാലും അത് പറഞ്ഞ് നമ്മുടെ സ്പീക്കിങ് റെഡിയാവും, നമ്മുടെ പേടി മാറും. മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത് വെച്ചാൽ ലാംഗ്വേജ് തന്നെയാണ്. ഈ ഒരു ഫിയർ ഫാക്ടർ വരുന്നതെന്ന് വെച്ചാൽ ലാംഗ്വേജിൻ്റെ തന്നെയാണ്. കാരണം ഇപ്പം ഞാനും കോളേജിൽ പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്തുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൽ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് സംസാരിക്കാനായിട്ട് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ജർമ്മനിലായിരിക്കും. അപ്പോൾ ആ ഒരു ലാംഗ്വേജിൻ്റെ ഒരു കോൺഫിഡൻസ് അതിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത് മാക്സിമം. അതുപോലെ ഫാക്കൽറ്റീസ് ആയിട്ടാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഈവൺ തോ അവിടെ കുറേ നോർത്ത് ഇന്ത്യൻസ് ആണ്. നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും ലൈക്ക് അവർ B2 ഒക്കെ കഴിഞ്ഞ് നല്ലോണം എക്സ്പെർട്ടൈസ്ഡ് ആയ ആൾക്കാരാണ്. എന്നാലും ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ബാരിയർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ വിശാൽ സാർ ആണെങ്കിലും ഒന്നും അറിയില്ലെങ്കിലും ആ ഒരു സാധനം വെച്ച് ഒപ്പിക്കും. ലൈക്ക് ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഫീൽ ചെയ്യില്ല. ദീപ് സാർ ആയിട്ടാണെങ്കിലും ദീപ് സാറൊക്കെ മലയാളം മാക്സിമം പറയാനായിട്ട്, നമ്മൾ ജർമ്മൻ പഠിക്കുന്ന പോലെയാണ് അവർ മലയാളം പഠിക്കുന്നത്. അവര് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന മലയാളം അവരും ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, അവരും ഗ്രാസ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓരോ വേർഡ്സ് ആണെങ്കിലും പറയുന്നുണ്ട്. ദീപ് സാറിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ പ്രസന്റേഷൻ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ മലയാളത്തിൽ മാക്സിമം റിപ്ലൈ ചെയ്യാനായിട്ട് സാറ് ശ്രമിക്കും. അതിന് സാറിനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ ജർമ്മനിലേക്ക് സാറ് നോക്കുകയുള്ളൂ. എന്തായാലും ക്ലാസ് കാര്യങ്ങൾ ഫാക്കൽറ്റീസ് അതുപോലെ അസിസ്റ്റന്റ് ഫാക്കൽറ്റി ക്ലാസ്സിലെ അത് ലൈക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുറച്ച് ഏജ് മേലെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ മേ ബി നിങ്ങളെക്കാളും താഴെ ആയിരിക്കും. ഒബ്വിയസ്ലി ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്, നിങ്ങളും 1-2 ഏജ് മൂത്ത ആൾക്കാരായിരിക്കും. അത്രേ ഉള്ളൂ ആ ഒരു ഏജ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ബെറ്ററായി മനസ്സിലാക്കാൻ അവരെ കൊണ്ട് പറ്റും. അതായത് ആ ഫാക്കൽറ്റീസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. അതായത് ഇപ്പോൾ ചില ഡൗട്ട്സ് ഞങ്ങൾക്ക് സാറിന് ചിലപ്പോൾ പറഞ്ഞുതരാൻ പറ്റില്ല. സാറ് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഡൗട്ട് തോന്നുന്നത്. അപ്പോഴും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഈ അസിസ്റ്റന്റ് ഫാക്കൽറ്റി ശരിയാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് മുഫീദ് സാർ വെൽ ആൻഡ് ഫൈൻ ആണ് വിത്ത് ലാംഗ്വേജ് ഒക്കെ. ഇപ്പോൾ വിശാൽ സാർ ആണെങ്കിലും എന്തെങ്കിലും കൺവേ ചെയ്യാൻ അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അസിസ്റ്റന്റ് ഫാക്കൽറ്റീസിനെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അതേ ഒരു ഏജ് ആണ്, അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മുടെ അതേ ലാംഗ്വേജിൽ കൺവേ ചെയ്ത് തരാൻ പറ്റും. സോ അസിസ്റ്റന്റ് ഫാക്കൽറ്റീസ് അതും പോരാണ്ട് അവർക്കൊരു ട്രെയിനിങ് ആണ്, അവർ ട്രെയിനിങ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും ഏത് ടൈമിലാണെങ്കിലും അവരിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും ഫാക്കൽറ്റീസിനെ കാളും. കാരണം അവരെപ്പോഴും അവൈലബിൾ ആയിരിക്കുമല്ലോ. പോരാണ്ട് ഏജ് വെച്ച് നമുക്ക് കുറച്ചും കൂടെ
വൈബായിരിക്കും. നിങ്ങൾക്ക് മുഫീദ് സാറായിരിക്കും നിങ്ങളുടെ ഏജ് വെച്ചിട്ട്. ഞാൻ എൻ്റെ കാര്യം പറയുന്ന ഇല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് ഫാക്കൽറ്റി ജലീന മാമാണ്. ആളാണെന്നുണ്ടെങ്കിലും ഐ മീൻ അവരെങ്ങനെയാണോ ഇതൊക്കെ പഠിച്ചെടുത്ത് ആ രീതിയിലേക്ക് അങ്ങനത്തെ എന്തെങ്കിലും ടിപ്സ് ട്രിക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും പറഞ്ഞു തരും, ഷെയർ ചെയ്യും. ഷെയർ ചെയ്യും. നമുക്ക് ക്ലാസ് ടൈമിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ഫാക്കൽറ്റീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് അവരായിട്ടൊരു വീഴ്ച ഇതുവരെ വരുത്തിയിട്ടില്ല. ഞങ്ങൾ പഠിക്കുന്നതിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതും ഇതുവരെ മാർക്ക് കുറഞ്ഞാലും വന്ന് പറഞ്ഞു തരും മിസ്റ്റേക്സ് എവിടെയൊക്കെയാണ്. ഇപ്പോൾ സാറ്റർഡേ എക്സാംസ് വരുമ്പോഴും അതിൽ മിക്കപ്പോഴും ആർട്ടിക്കിൾ മാറുന്നതും അതുപോലെ കുത്തുകോമ അതൊക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് തരും. ആർട്ടിക്കിൾസ് പഠിക്കാനായിട്ടുള്ള എളുപ്പവഴി അങ്ങനെ ഒരു ടിപ്സ് പോലെ പറഞ്ഞു തരും. അത് വേറൊരു ഫാക്ടറാണ്. മാർക്ക് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇൻ കേസ് നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ വേണമെങ്കിൽ അവർ എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് നമുക്കായിട്ട് പ്രൈവറ്റ് മെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ ക്ലാസ്സിനായിട്ട് മെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മെൻറ്ററാണെങ്കിൽ കാവ്യ. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെന്തായാലും ഓഫീസിൽ പോയി പറയും. അതിൻ്റേതായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ അപ്പം എടുത്തു തരും. അത് മാത്രമല്ല പഠിക്കുന്നവരല്ല, നമ്മുടെ എന്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പറയാം. അത് വലിയൊരു യൂസ്ഫുൾ ആയ കാര്യമാണ്. അപ്പോൾ ബേസിക്കലി വേറെ ഒന്നും ലെഫ്റ്റ് ഔട്ട് അല്ല, എല്ലാതും കംപ്ലീറ്റ് ആയിട്ടാണ്. സ്റ്റഡീസ് ആണെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും ഇൻ കേസ് നമ്മൾ ലോ ആവുകയാണെങ്കിൽ പോലും പാരൻസിനൊക്കെ ഇപ്പോൾ ഫാക്കൽറ്റീസ് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ എൻ്റെ സാറാണെങ്കിൽ എപ്പോഴും പറയും ലൈക്ക് പാരൻസിനെ വിളിച്ചിട്ട് അവർക്ക് കാര്യം ചിലപ്പോൾ അവർ മനസ്സിലാക്കണം എന്നുണ്ടാവില്ല. ലൈക്ക് അവർക്ക് അറിയില്ല ഈ ലാംഗ്വേജ് എന്താണ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ലെയ്സനും ഹ്യോറനും മാർക്ക് പറഞ്ഞാലും വലിയ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് സ്കിൽ വൈസ് സ്പ്രഷനും ഷ്രൈബനും വേണമെന്നാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ലെയ്സനും ഹ്യോറനൊക്കെ ഫെയിലായി തന്നെ വരും. B2 എത്തുമ്പോൾ ഇറ്റ്സ് വെരി കോമൺ, ഇടയ്ക്കിടയ്ക്ക് ഫെയിലാവും. ഈവൻ എല്ലാവർക്കും ഫാക്കൽറ്റീസും നമ്മളും വെച്ചിട്ടാണ് ചെയ്യുക. ഫാക്കൽറ്റീസ് ചിലപ്പോൾ നമ്മൾ കൂടുതലായിരിക്കും, വിശാൽ സാറിന് കുറവായിരിക്കും, ചിലപ്പോൾ വിശാൽ സാറിന് കൂടുതലായിരിക്കും, നമ്മൾ കുറവായിരിക്കും. അങ്ങനെയാണ്. ഹ്യോറൻ ലൈസനൊക്കെ ആകുമ്പോൾ നമ്മളൊരു കോമ്പറ്റീഷൻ പോലെയാണ്. B1 വരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. B2 ആയപ്പോൾ പിന്നെ കോമ്പറ്റീഷനായി. നമ്മൾ ഇങ്ങോട്ട് എടുക്കും ഹ്യോറിനൊക്കെ ചെയ്യാൻ, വിശാൽ സാർ എടുക്കും. അപ്പോൾ വിശാൽ സാർ നമ്മൾ തമ്മിൽ ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ആയിരിക്കും, ഫണ്ണി വേയിൽ. അത് കാരണം അതിന് അത്രേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഹ്യോറനും ലൈസനാണെങ്കിൽ. ബാക്കി നമ്മുടെ പ്യുവർലി സ്കിൽ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എഫേർട്സ് കൂടുതൽ അവിടെയാണ് റിഫ്ലക്റ്റ് ആവുക, ഷ്രൈബൻ ആൻഡ് സ്പ്രഷൻ. അപ്പോൾ ചില പാരൻസിനെ കൺവിൻസ് ചെയ്യാനാണെങ്കിലും അവർ വില്ലിങ് ആണ്, അവർക്ക് ഓക്കെയാണ്. ഇപ്പം എൻ്റെ വിശാൽ സാർ പറയും എപ്പോഴും, ഞാൻ വീട്ടിൽ പറയണോ ലൈക്ക് ലൈസനും ഹ്യോറിനും കുറയാണെങ്കിൽ ഞാൻ പറയണോ, ലൈക്ക് അവർ എഫേർട്സ് ഇടുന്നുണ്ടെങ്കിൽ അതിനൊന്നും പറയില്ല. എഫേർട്സ് ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് വീട്ടിൽ പറയാൻ ഓക്കെയാണ്, കൺവിൻസ് ചെയ്യാൻ ഓക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല അല്ലേ? ഇല്ല, അങ്ങനത്തെ ഇതുവരെ ഒന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റ് പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചു, അമ്മ സാറെന്താ പറഞ്ഞ്? ഇല്ല, ആ കുഴപ്പമില്ല, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, ഇതാണ് സാറ് പറഞ്ഞത്. അത്രേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. കാരണം പഠിക്കുന്നുണ്ട്, ഇത് മാത്രമാണ് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്, അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ സെറ്റാണ്. ഇത്രയാണ് അമ്മയുടെ അടുത്ത് ആകെ പറഞ്ഞേക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഹ്യോറിനാണ്. ഓരോരുത്തർക്കും ഓരോ ഹ്യോറിനാണ്. മറ്റേതായിരിക്കും ഈസിയില് സ്പ്രഷനും ഷ്രൈബനും. എനിക്കും അങ്ങനെയാണ്, സ്പ്രഷനും ഷ്രൈബനും ആണ് കമ്പാരിറ്റീവ്ലി ഈസി. ഹ്യോറൻ ലേസനും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോ B1 ആയപ്പോ ഒരു ചെറിയ പേടിയുണ്ട്. B2 ആകുമ്പോൾ പേടിക്കാൻ വേണ്ട, ലേസൻ നല്ല രസമുണ്ടാവും, അത് കുഴപ്പമില്ല, ഒന്നും മനസ്സിലാവില്ലല്ലോ. EduFlair, education driven by passion.